മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഇസ്ലാമിക സംഘടനകൾ മുന്നോട്ട് വെച്ച ഉപാധികൾക്ക് മുന്നിൽ കീഴടങ്ങി കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യം. സമൂഹത്തിൽ ഗുരുതര പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്ന ഓൾ ഇന്ത്യ ഉലമാ ബോർഡിന്റെ 17 ആവശ്യങ്ങളാണ് കോൺഗ്രസ് അംഗീകരിച്ചത്. ജോലി, വിദ്യാഭ്യാസ മേഖലകളിൽ മുസ്ലിങ്ങൾക്ക് 10% സംവരണം, പോലീസ് റിക്രൂട്ട്മെന്റിൽ മുസ്ലിം യുവാക്കൾക്ക് മുൻഗണന, കലാപക്കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിയുന്ന മുസ്ലിങ്ങളെ മോചിപ്പിക്കൽ, മഹാരാഷ്ട്ര വഖഫ് ബോർഡിന്റെ വികസനത്തിന് 1000 കോടി രൂപ അനുവദിക്കൽ, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായത്തിലെ 50 സ്ഥാനാർത്ഥികൾക്ക് ടിക്കറ്റ് നൽകൽ, മഹാരാഷ്ട്രയിലെ പള്ളികളിലെ ഇമാമുമാർക്കും മൗലാനമാർക്കും സർക്കാർ മാസത്തിൽ 15,000 രൂപ നൽകൽ, മുഹമ്മദ് നബിക്കെതിരെ സംസാരിക്കുന്നവർക്കെതിരെ നിയമപരമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരൽ, RSSനെ നിരോധിക്കൽ, വഖഫ് ഭേദഗതി നിയമത്തെ എതിർക്കൽ തുടങ്ങി ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരിക്കലും അംഗീകരിക്കാനാകാത്ത കാര്യങ്ങളാണ് കോൺഗ്രസ് അംഗീകരിച്ച് നൽകിയത്. മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും മുത്തലാഖ് നിരോധന വിഷയത്തിലും തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്നവർക്കൊപ്പം നിലകൊണ്ട ചരിത്രം കോൺഗ്രസ് വീണ്ടും ആവർത്തിക്കുന്നു. മഹാരാഷ്ട്രയായാലും കേരളത്തിലെ മുനമ്പത്തായാലും തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്നവരുടെ കൂടെയാണ് കോൺഗ്രസിന്റെ ഈ കപട മതേതര മുഖം ജനം തിരിച്ചറിയുകയാണ്.